പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നക്ഷത്ര ജാതകരെ ദൈവം പ്രസാദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതേത് നക്ഷത്ര ജാതകരാണെന്നും ഇവർക്ക് ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെ ഗജകേസരി യോഗം ലഭിക്കുമ്പോൾ ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും അതോടൊപ്പം തന്നെ കുറച്ച് ദോഷകാര്യങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെ ഇവർക്ക് നല്ല സമയം ലഭിച്ചു തുടങ്ങുകയാണ്. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. കഠിനാധ്വാനവും അർപ്പണവും ശുഭഫലങ്ങൾ ഇവർക്ക് സമ്മാനിക്കും എന്നതിൽ തർക്കമില്ല. ശാരീരികമായ വിഷമതകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കാം. തലവേദന, തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾ, നാഡീവ്യൂഹത്തിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസത വരാതെ നോക്കണം. വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ നല്ല ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാക്കും. പാരമ്പര്യ സ്വത്തിന് അർഹത നേടും. ദാമ്പത്യ സുഖം വർദ്ധിക്കും. വിദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും അതുപോലെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കൃഷി, കന്നുകാലി വളർത്തൽ, കൈത്തൊഴിലുകൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിവയെല്ലാം ചെറിയ രീതിയിൽ ലാഭകരമായിട്ട് വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗുരുവാര വ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കുന്നതും ഗുണം ചെയ്യും. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പൊതുവെ ഇവർക്ക് അപകടകരമായിട്ടുള്ള സമയം ഒന്നുമല്ല. എന്നിരുന്നാലും ദുർവ്യയം വരാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ വലിയ ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിക്കണം. ശാരീരിക വിഷമതകൾ, ശസ്ത്രക്രിയകൾ എന്നിവയെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് രോഗശമനം പ്രതീക്ഷിക്കാം. വ്യക്തിഗത ജീവിതത്തിൽ അമൂല്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ ലഭിക്കും. പ്രിയവിരഹം, ബന്ധങ്ങളിൽ അശുഭവാർത്തകൾ എന്നിവ അസഹനീയമായി അനുഭവപ്പെട്ടവർക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. വിദ്യാഭ്യാസം, വാക്കുകൾ, ധനം, കാഴ്ചപ്പാടുകൾ എന്നിവയിൽ പൊതുവെ അനുകൂല ഫലങ്ങൾ ആയിരിക്കും ഉണ്ടാകുക. വിദേശയാത്ര, അതുപോലെ തന്നെ വിദേശത്ത് സ്ഥിരതാമസം ആക്കിയവർ എന്നിവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. അപ്രതീക്ഷിതമായിട്ടുള്ള മാനസിക വേദനകളിൽ നിന്ന് ഒഴിവാകും. സാങ്കേതിക തൊഴിൽ എടുത്തതിന് ശേഷം ധനം ലഭിക്കാതെ ബുദ്ധിമുട്ടിയവർക്ക് അതും ലഭിക്കും. മറ്റെല്ലാ തടസ്സങ്ങളും നീങ്ങി തുടങ്ങും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകും. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതായ എല്ലാ തരത്തിലുള്ള വിഷമതകൾക്കും
കഠിന പ്രയത്നം കൊണ്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സർവകാര്യങ്ങളിലും ഈശ്വരപ്രസാദം വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായിട്ട് വരും. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. മക്കൾക്ക് വിഷമതകൾ സൃഷ്ടിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അവർ ഉണ്ടാക്കുന്ന അപമാനങ്ങൾ രക്ഷിതാക്കൾക്ക് വേദനകൾ ഉണ്ടാക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. സന്താനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക സാധ്യതകൾ വർദ്ധിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. രേഖാപരമായ കാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അശ്രദ്ധ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീഭജനം, ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം, ദീപസമർപ്പണം, പായസം, ശ്രീസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഈ കൂറുകാർക്ക് 2-ൽ രവിയും ബുധനും ശുക്രനും, 3-ൽ കേതുവും 6-ൽ ശനിയും, അഷ്ടമത്തിൽ ഗുരുവും, ഭാഗ്യത്തിൽ രാഹുവും, കർമ്മത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ അത്ര അപകടകരമായിട്ടുള്ള സമയമല്ല. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി വിഷമതകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇനി ദൈവത്തിൻ്റെ പ്രസാദത്താൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. അകാരണമായ ഭയം വിട്ടൊഴിയും. ശത്രുതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സുഹൃത്ത് ബന്ധങ്ങളിലെ അപജയം, വിശ്വാസവഞ്ചന എന്നിവയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകരുതലോടെ മുന്നോട്ട് പോകണം. വിദ്യാഭ്യാസം, കച്ചവടങ്ങൾ, കലാകായിക മേഖലകൾ, കൈത്തൊഴിലുകൾ എന്നിവയ്ക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും. കൃഷി, കന്നുകാലി വളർത്തൽ, ഗൃഹനിർമ്മാണം, മാതാപിതാക്കളോടും മറ്റ് ബന്ധുമിത്രാദികളോടുമുള്ള ആശയവിനിമയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജനം, നരസിംഹ ഭജനം എന്നിവ നിത്യേന നടത്തുക. വിഷ്ണുവിങ്കൽ കദളിപ്പഴം, കൽക്കണ്ടം എന്നിവ നിവേദിക്കുക. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം അർച്ചനകളും തുളസി സമർപ്പണവും ചെയ്യുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. വാക്കുകൾ ഹേതുകവുമായി ഉണ്ടാകുന്ന അനാവശ്യ കലഹങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ അശ്രദ്ധയിലേക്ക് മടങ്ങാതെ ശ്രദ്ധയിലേക്ക് തിരികെ വരിക. നിരന്തര ഉത്സാഹത്തോട് പഠന മികവ് തെളിയിക്കാനുള്ള കഠിന ശ്രമം നടത്തണം. ധനവിനിയോഗം, വാക്കുകളുടെ വിനിയോഗം, കാണേണ്ടത് മാത്രം കാണാൻ ശ്രമിക്കൽ, ക്ഷമ എന്നിവ ഈ കാലയളവിൽ വളരെ പ്രസക്തമാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഷ്ടതകൾ കുറഞ്ഞു തുടങ്ങാനും സാധ്യതകളുണ്ട്. മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മനോവേദനകൾ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് പിന്നീട് മോചനം കണ്ടെത്തുകയും ചെയ്യും. ഈ പ്രതിസന്ധി കാലം കഴിഞ്ഞാൽ അവർ മാനസിക പരിവർത്തനം വരുത്തുകയും ബഹുമാനത്തോടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. വിദേശയാത്രികർക്കും വിദേശത്ത് പഠനാർത്ഥം പോകുന്നവർക്കും വിദേശത്ത് സ്ഥിരതാമസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തുന്നത് ഗുണം ചെയ്യും. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ദൈവവര പ്രസാദത്താൽ, ഈശ്വരാധീനം കൊണ്ട്, അതുപോലെ തന്നെ മന്ത്രജപാദികൾ കൊണ്ടും സർവകാര്യസിദ്ധി പ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന മേഖലകൾ കണ്ടെത്തുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും സാധിക്കും. വ്യാപാര വ്യവസായ സാങ്കേതിക വിദ്യാ മേഖലകളിൽ പുത്തൻ ഉണർവ് അനുഭവപ്പെടും. വിദേശയാത്രകൾക്ക് സാധ്യതകൾ തെളിയുന്നുണ്ട്. പൈതൃക സമ്പത്തിൽ നിന്ന് ധനം ഉണ്ടാകും. വളരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന രോഗങ്ങൾക്കും ശമനം കാണാൻ സാധ്യതകളുണ്ട്. കല, സാഹിത്യം, കരകൗശല നിർമ്മാണം, സ്വയം തൊഴിലുകൾ എന്നിവിടങ്ങളിൽ
വലിയ വിജയസാധ്യതകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.